ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയത്. എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസിനെല്ലാം ചെറിയൊരു സൈഡ് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് അങ്ങേ സൈഡിലേന് വെച്ചിട്ടുള്ള അവിടെ ഇപ്പോൾ കാണുന്നില്ല, ഒരു വെയിലുണ്ടാവും എപ്പോൾ. ഞാൻ വിചാരിച്ച് ഈ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിലെല്ലാം ഒരു തണൽ കിട്ടും ആ ഭാഗത്തായിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിന്. ഇവിടെ വെച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയാട്ടാണ്. നമ്മളെ ഈ വാളിൻ്റെ സൈഡിലായിട്ട് തന്നെയല്ല ഉള്ളത്. അപ്പം ഉള്ളിൽ ഒരു പ്ലാന്റ്സ് ഉള്ള പോലെ നമുക്ക് തോന്നും. ഇനിയിപ്പോൾ അടുത്ത മെയിനായിട്ടുള്ള പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല. സത്യത്തിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച് എന്ന് പറയേണ്ടി വരും. ടൈമെല്ലാം ഒരു 11:30 ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കി റെഡിയായി വരുമ്പോഴത്തേക്ക് 12 മണി എല്ലാം കണക്കാം. പിന്നെ കുട്ടികളും ലേറ്റാവും എണീക്കാൻ. സ്കൂളുള്ളപ്പോൾ എല്ലാം ആ ഒരു റൂട്ടീനിൽ കറക്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോവും. നേരത്തെ കിടക്കും, നേരത്തെ എണീക്കും. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സ്കൂളിലുള്ള നല്ലത്. പക്ഷേ സ്കൂളിലുള്ള സമയത്ത് വിചാരിക്കും എപ്പോൾ ലീവുള്ളതെന്ന്. കുട്ടികൾ മാത്രമല്ല, പാരൻസ് നമ്മളും വിചാരിക്കില്ലേ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് എല്ലാം ലേറ്റായി പോവും. അങ്ങനെ ലേറ്റായ ഒരു ദിവസം തന്നെ ഇന്നും. അപ്പോൾ ഞാൻ ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇഡ്ഡലി അവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോൾ ആദ്യം തന്നെ സാമ്പാർ പൊടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഞാൻ സാമ്പാർ പൊടി വാങ്ങില്ല, ഉണ്ടാക്കൽ തന്നെ കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട്, ഒരു ദക്ഷിണ യൂട്യൂബ് ചാനൽ, അങ്ങനെ ദക്ഷിണ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ കണ്ടിട്ട് ഞാൻ അതുതന്നെയാണ് ഫോളോ ചെയ്യൽ. അവർ പക്ഷേ പുളിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ സാധാ സാമ്പാറിൽ നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്ന പോലെ ഒഴിക്കലുണ്ട്. പക്ഷെ സാമ്പാർ പൊടി അവരാക്കുന്ന പോലെ നോക്കിയിട്ട് അങ്ങനെ ആക്കലാണ്. എനിക്ക് നന്നായി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള മല്ലി, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ കടുക് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ചാനലിൽ കണ്ടിട്ടില്ലേനു. പിന്നെ ഒന്നുമില്ല, കായപ്പൊടി ഇല്ല, കായത്തിൻ്റെ ആ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് എന്താ പറയുക വറുത്തെടുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ പൗഡർ. അപ്പോൾ ആദ്യം ഞാൻ അതൊന്ന് റെഡിയാക്കി വെച്ച് അതൊന്ന് ചൂട് തണിട്ടല്ലേ പൊടിക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഞാൻ എന്താ പറയുക സാമ്പാറിൻ്റെ ബാക്കി വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കുന്ന. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഞാൻ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇടുള്ളൂ പൊടികളായിട്ട്. പിന്നെ സാമ്പാർ പൊടി വെന്ത് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കും. ഇന്ന് അങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ച എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാനിപ്പം വെജിറ്റബിൾ വേവിക്കുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കല. പിന്നെ നമ്മൾ വറവിടൂലേ, എണ്ണ കാച്ചുന്ന സമയത്ത് അതിലേക്കും പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു കളറും എല്ലാം കിട്ടും. പിന്നെ പൊതുവേ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഏതാണോ വെജിറ്റബിൾ ഉള്ളത് അതൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കല. അല്ലാണ്ട് സാമ്പാർ പീസസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ അതിനായിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് വെക്കലൊന്നുമില്ല. എൻ്റെ അടുത്തുള്ള സാമ്പാർ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ സാമ്പാറാക്കും.
ഇനിയിപ്പോൾ 2 വെജിറ്റബിളാണ് ഉള്ളതെങ്കിൽ അതിട്ടിട്ടും ഞാൻ ആക്കലുണ്ട് കേട്ടോ. അധികവും ഞാൻ ചട്നിക്ക് പകരം ഈ പയറ് സാമ്പാർ തന്നെ ഉണ്ടാക്കുക. കാരണം ഇതിൽ നിന്ന് അങ്ങനെയെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ റെഡി ആയിനെ. ഞാൻ സാമ്പാറിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിരുന്നു. പിന്നെ എൻ്റെ ഇടയിലൊരു കോൾ വന്ന് അങ്ങനെ പിന്നെ അതിൻ്റെ ആ ഒരു ഇതിലായി. പിന്നെ ഓൾറെഡി ലേറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് സ്പീഡിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇനിയിപ്പോൾ കിച്ചണൊന്ന് റെഡിയാക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട്, അത് കഴുകി വെക്കണം. പിന്നെ ഇതുപോലെ ലഞ്ച് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കുട്ടികൾ ലേറ്റായിട്ട് എണീക്കുന്ന ദിവസം, അല്ലെങ്കിൽ അവർക്ക് ചോറ് വേണ്ട, പിന്നെ ഈവനിങ്ങിൽ എന്തെങ്കിലും മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ ചോറ് വെക്കലില്ല. ഇവിടെ അങ്ങനെ എല്ലാവർക്കും ചോറ് നിർബന്ധമില്ല. പിന്നെയും എനക്കാണ് ചോറിനോട് കുറച്ച് ഇഷ്ടം, എനിക്ക് റൈസ്ക്കാക്കുമാണ് ഇഷ്ടം. അപ്പം കുട്ടികൾക്ക് തീരെ ചോറ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം, അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ലഞ്ചിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു കാനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കാനുണ്ടേനും. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. പെട്ടെന്ന് ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒന്നും അതിൽ അത്ര കച്ചറയുള്ള പോലെ തോന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു സൈഡിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് അതിൻ്റെ എണ്ണ തെറിക്കുക, പിന്നെ നമ്മൾ നനഞ്ഞ കൈ കൊണ്ടെല്ലാം പോയിട്ട് എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ടുള്ള കുറച്ച് കച്ചറയെല്ലാം ഉണ്ട് അതിൻ്റെ മേലെ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി വെക്കട്ടെ. ഇങ്ങനെ എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെക്കൽ. ഇല്ലേ പിന്നെ അതിനായിട്ട് ഈവനിങ്ങിൽ നിൽക്കും അങ്ങനെ. പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ കഴുകുന്ന സമയത്ത് ആ ഒരു മെറ്റൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് അങ്ങനെ അങ്ങ് യൂസ് ചെയ്യാൻ പറ്റില്ല. താഴെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഓയിലിൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ വേറെ തന്നെ ഇങ്ങനെ എൻ്റെ അടുത്തുള്ള ബോട്ടിൽസും ഇതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് വേറെ തന്നെ സ്പഞ്ച് വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് കഴുകൽ. അപ്പോൾ ഈ താഴെ ഭാഗം ഒന്ന് ഉരച്ച് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിനെ. ഇനിയിപ്പോൾ എൻ്റെ കിച്ചണിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, അതെല്ലാം ഒന്ന് അതിൻ്റെ വേരെല്ലാം കട്ട് ചെയ്ത് വെള്ളമെല്ലാം മാറ്റി അതും ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ടൈം കിട്ടുമ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കും എന്നല്ലാണ്ട് വേര് ഇതുപോലെ കുറേ ആയിക്കഴിഞ്ഞാൽ കേട്ടോ കട്ട് ചെയ്യൽ. പിന്നെ സാധാ നമ്മൾ മണ്ണിൽ നടുന്ന പോലെയല്ലല്ലോ, വെള്ളത്തിലാവുമ്പം അത് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ അത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ വലുതായിട്ട് അങ്ങനെ വളരുമൊന്നുമില്ലല്ലോ, സ്ലോ ഗ്രോത്ത് ആയിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇതുപോലെ നന്നായിട്ട് വേരെല്ലായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കണ്ടില്ല ഞാൻ കുറേ ആയി അതിൽ ആ വേര് കട്ട് ചെയ്തിട്ടെല്ലാം. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചൊന്ന് ക്ലീൻ ആക്കാനും എല്ലാം ഉണ്ടേനു.
പിന്നെ ഇത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരുന്നു ഏതോ ഒരു വ്ളോഗിൽ. അപ്പം അന്നേരം ഇത്ര വേര് വന്നിട്ടില്ല. അപ്പം ഞാൻ ഈസി പ്ലാന്റ് നനക്കുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് ഇതിങ്ങനെ ഒടിഞ്ഞു പോയിന് ഈ ഒരു കൊമ്പ്. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കിയതാണ്. ഇത് ഉണങ്ങിപ്പോവോ അല്ലെങ്കിൽ നന്നാവോ എന്നൊന്നും അറിയില്ലല്ലോ. നോക്കുമ്പോൾ ഇത് വാടി വരുന്നൊന്നുമില്ല, മെല്ലയിൽ നിന്ന് ഇങ്ങനെ വേര് വരുന്ന പോലെയും കണ്ട. അങ്ങനെ പിന്നെ ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ച്. അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക, ഇതിൻ്റെ അടിഭാഗം ഇതിന് ഒരുപാട് വെള്ളം വേണ്ട, അതറിയാലോ. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. പക്ഷെ വെള്ളത്തിൽ ഇത് നിൽക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കൊമ്പ് അതിലിങ്ങനെ ഇട്ട് വെച്ചേനു. അത് വേറെല്ലാം വന്ന് അങ്ങനെ തന്നെ ഉണ്ട്. അതിൽ നിന്ന് വേറെ ലീഫൊന്നും വരുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം അതും ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മണി പ്ലാന്റ്സിൽ വേര് വന്ന ഇത് കാണുന്നുണ്ടല്ലോ, അത് നമുക്ക് മണ്ണിലേക്ക് നട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ലീഫും എല്ലാം കുറച്ചും കൂടെ വലുതാവും. ഗ്രോത്തും കുറച്ച് സ്പീഡിലായിരിക്കും മണ്ണിലാവുമ്പോൾ. അപ്പം ഞാനിതെല്ലാം ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിൽ റൈസ്ക്ക് ഇതാ ബേഡ്സിനുള്ള വെള്ളവും ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ രാവിലെ ഒഴിച്ചു കൊടുക്കും, എന്നാലും അവർ വന്ന് കുടിക്കുന്നുണ്ട്. അതല്ലാണ്ടും ഈ ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് വെള്ളം കുറയുന്നുണ്ട്. അപ്പം രാവിലെയും വൈകുന്നേരവും അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് പക്ഷികൾ വന്നിട്ട് കുടിക്കും കേട്ടോ വെള്ളം. അപ്പം അത് കാണുമ്പോൾ റൈസ്ക്കാക്കൊരു സന്തോഷം, നമുക്കും. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പുട്ടുകുറ്റി കൊണ്ടുവന്നേനു ബാമ്പൂൻ്റെ. അപ്പം അത് ഞാൻ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിങ്ങനെ ഒരു മൂലക്ക് ഇങ്ങനെ വെക്കലേനു. അന്നേരം പിന്നെ എനിക്ക് തോന്നി വെറുതെ അത് വെക്കണ്ടാലോ. ഇതുപോലെ ഒരു ചെറിയ ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അതിൽ കറക്റ്റ് ചെയ്യുന്നു വെക്കാൻ. ഞാൻ അത് അതിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മണി പ്ലാന്റ്സ് അതിൽ വെക്കുക ചെയ്തതിന്. ആ ഒരു വുഡൻ കളറും ഗ്രീൻ കളറും കൂടി ആകുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ട, ആ ബോട്ടിൽ വെച്ചുകൊണ്ട് ബോട്ടിൽ എങ്ങനെയാണോ ആ ഒരു ഷേപ്പിലാണ് വേരും വന്നിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കാമെന്നല്ലാണ്ട് വേറെല്ലാം കട്ട് ചെയ്തിട്ട് കുറേ ദിവസമായി. അതിപ്പോ പിന്നെ അമ്മൂന്റെ ഞായറാഴ്ചയും കൂടിയാ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിന്. പിന്നെ ഇങ്ങനത്തെ പണികളെല്ലാം സത്യം പറഞ്ഞാൽ അങ്ങനെ കാണാനില്ലാത്ത പണികൾ എന്ന് പറയുമല്ലോ. എന്നാൽ ടൈമും കുറച്ച് ആവശ്യമുള്ള ഇതും കൂടിയാണ്. അപ്പം അതൊക്കെ ചെയ്ത് വെച്ച് പിന്നെ ഇന്ന് ചോറിൻ്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പാത്രങ്ങളും കാര്യങ്ങളൊന്നും കഴുകാനും അങ്ങനെയൊന്നുമില്ല. പിന്നെ ആഹിൽ നിന്ന് കരാട്ടയുള്ള ദിവസമാണ്. അപ്പോൾ ഓൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകുന്ന സമയത്ത് ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തിനു. അങ്ങനെ അവർ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇതാട്ടോ. ഇവരെ വിശപ്പ് മാറ്റാനല്ല, വെറുതെ ഇരിക്കുമ്പം എന്താണെന്നറിയില്ല ഒരു രസം. നമ്മളും ഇതുപോലെ കഴിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനെല്ലാം ബൂസ്റ്റ്, ഹോർലിക്സ്, അതിൻ്റെ എല്ലാം പൊടി എനിക്കങ്ങനെ വെറുതെ കോരി തിന്നാനേനും ഇഷ്ടം. അങ്ങനെ തിന്നിട്ടുണ്ട്. പാൽപ്പൊടി ഇതൊക്കെ ഇവിടെയും ഒട്ടും മോശമൊന്നുമില്ല. ഇവർ ഇപ്പം ന്യൂട്ടല്ല അല്ലെങ്കിൽ
കണ്ടൻസ്ഡ് മിൽക്കെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതുണ്ടാവില്ല. ഇവരിങ്ങനെ എടുത്ത് തിന്ന് അത് തീർത്തിട്ടുണ്ടാവും. ഒരാൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് തിന്നുന്നുണ്ട്, ഒരാൾ അതിൽ പാൽപ്പൊടി ഇട്ടിട്ട് തിന്നുന്നുണ്ട്. ഓരോ വിധത്തിലാണ് കഴിക്കുക. അതേപോലെ പിന്നെ ഇവിടെയുള്ളൊരു ശീലമാണ്, കുട്ടികൾ വെറുതെ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കും, പൂട്ടും. ഞാൻ നോക്കുമ്പോൾ ഒരാൾ വന്നത് ചെയ്തിട്ടുണ്ടാവും, പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ടാവും തുറന്നു നോക്കുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ പറയും ഒന്നുമില്ല, വെറുതെ ഫ്രിഡ്ജ് തുറന്നു നോക്കാനൊരു രസമൊന്നും. എനിക്കൊന്നും ഒരുവിധം എല്ലാ വീടുകളിലും ഇത് സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ആഹിലിനെ കൂട്ടാൻ പോകുന്നതാണ്. ഒരു 1.5 മണിക്കൂറാണ് അവൻ്റെ ക്ലാസ് ടൈം വരുന്നത്. ബർവ വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ലാസ് ഉള്ളത്. അപ്പം അവിടെ പോയി ഓനെയും കൂട്ടി വരുന്ന വഴിക്ക് ചായയെല്ലാം കുടിച്ചിട്ട് അങ്ങനെ വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അവിടുത്തെ ഈ ഒരു ഐറ്റം, ഇത് ബെയ്ത്തി കബാബ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇത് ഇവിടെ മൂന്നാൾക്ക് ഇഷ്ടമാണ്, ഫാത്തിമക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഓള് മോമോസാണ് വാങ്ങിച്ചിട്ടുണ്ടായേ. പിന്നെ ഇവിടെ എന്തെല്ലോ വെറൈറ്റി, കുറേ സാധാരണ ചായപ്പീടിയയിൽ കാണാത്ത വേറെ എന്തെല്ലോ കടികളെല്ലാം ഉണ്ടായി. പക്ഷേ എല്ലാം ഒന്നും നമ്മൾ അറിയില്ലല്ലോ എന്തെന്നാ എങ്ങനെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് അതിന് കൂടുതലായിട്ടൊന്നും ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ നമ്മൾ ഒരു കോഫിയും ടീയും വാങ്ങി. പിന്നെ സമൂസ ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു വേറെ ടൈപ്പ്, ഉള്ളിൽ ചിക്കൻ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് വേറെ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിന്. ആ ഒരു മാറ്റമേ ഉള്ളൂ. പിന്നെ കമൻസിൽ വന്ന ക്വസ്റ്റ്യനിലൊന്നാ മോൾ ഏത് കോഴ്സാണ് എടുത്തേ, അതിനെക്കുറിച്ചൊന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓള് മാംഗ്ലൂരാണ് പഠിക്കുന്നത്, ന്യൂറോ സയൻസ് ടെക്നോളജി. അത് ഹോണേഴ്സ് ഡിഗ്രിയാണ് വരുന്നത്, 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇപ്പം സെം ബ്രേക്ക് ആയതുകൊണ്ട് ഓളിപ്പം നമ്മളെ കൂടെ ഉണ്ട്. ഇനി ഇൻഷാ അല്ലാ ഈ ആഴ്ച പോവും. അടുത്ത ആഴ്ച എനിക്കൊന്ന് ഒക്കെ ക്ലാസ് തുടങ്ങുന്നുണ്ട്, അതായത് 3rd സെം തുടങ്ങുന്നുണ്ട്. പിന്നെ കമൻറ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യനേനു, ഞാൻ റീൽസിലും ഇതിലും എല്ലാം എഴുതുന്ന ഈ ഫോണ്ട് എങ്ങനെയാണ്, ഏതിൽ നിന്നാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വേറൊരു വ്ളോഗിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ അവർ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഡാഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് വേണ്ട ഫോണ്ടുകൾ ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് കോപ്പി ചെയ്തിട്ട് അങ്ങനെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അതൊന്ന് നോക്കിയാൽ മതി. ഗൂഗിളിൽ ഡഫോണ്ട് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ചോദിച്ച ആളുടെ സംശയം ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.